അപ്പോൾ അടുത്തായിട്ട് നമുക്ക് റിയാക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചൊരു സാധനമുണ്ട്. അപ്പോൾ അത് ഞാനൊരു ചെറിയ റെപ്പോസിറ്ററി ആക്കിയിട്ട് ഗിറ്റബിലോട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗിറ്റബ് എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗിറ്റബിൻ്റെ ഒരു ചെറിയ കോഴ്സ് ഉണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ കയറിയിട്ട് ആ കോഴ്സ് ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടതിന് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ബാക്കി പറയാം. അപ്പോൾ അതായിട്ട് നിങ്ങൾ താഴെ ഞാനൊരു ഗിറ്റബ് റെപ്പോസിറ്ററിയുടെ ലിങ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ ഇതാണ് ശരിക്കും സംഭവം. ഇതിനകത്ത് ബാക്ക് ആൻഡ് ഫ്രണ്ട് എൻഡ് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലിങ്ക് ഒന്ന് നിങ്ങൾ കോപ്പി ചെയ്യാം. എന്നിട്ട് VS കോഡ് തുറന്നിട്ട് VS കോഡിൽ Ctrl+Shift+P അടിച്ചിട്ട് ഗിറ്റ് ക്ലോൺ എന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഗിറ്റ് ക്ലോൺ എന്നുള്ള ഒരു സാധനം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഗിറ്റ് സെറ്റ് അല്ല എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ഗിറ്റ് ക്ലോൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ആ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് എൻ്റർ കൊടുക്കാം. അപ്പോൾ എന്നിട്ട് എവിടെയാണ് നമ്മൾ ആ ഫോൾഡർ നമ്മൾ സിസ്റ്റത്തിനകത്ത് സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അത് എവിടെയെങ്കിലും കൊടുത്തിട്ട് സെലക്ട് ആസ് റെപ്പോസിറ്ററി ലൊക്കേഷൻ കൊടുക്കുക, എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇതിൽ ബേസിക്കലി 2 ഫോൾഡേഴ്സ് ഉള്ളത്, ഒന്ന് ഫ്രണ്ട് എൻഡ്, ഒന്ന് ബാക്ക് എൻഡ്. ഓക്കെ, ഫ്രണ്ട് എൻഡ് നമ്മളെ സാധാരണ റിയാക്ട് പ്രൊജക്റ്റ് ആണ്. ബാക്ക് എൻഡ് നമ്മൾ കാണാത്തൊരു സാധനമാണ്, എന്താണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അത് നമുക്ക് ഫ്രണ്ട് എൻഡ് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് സൈസ് കൂട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ടെർമിനൽ തുറന്നിട്ട് ഈ സൈഡ് ബാർ അങ്ങോട്ട് അടച്ചു വെക്കാണ്. പിന്നെ Ctrl+B കൊടുത്താൽ മതി. എന്നിട്ട് 2 ടെർമിനൽ വേണം, ഒന്ന് ഫ്രണ്ട് എൻഡിനും ഒന്ന് ബാക്ക് എൻഡിനും. അപ്പോൾ ഞാൻ 2 കഷ്ണമാക്കിയിട്ട് വെക്കാണ്. ഓക്കെ, ഫ്രണ്ട് എൻഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ CD സ്പേസ് ഫ്രണ്ട് എൻഡ് കൊടുക്കണം. അതിനാണ് ഫ്രണ്ട് എൻഡ് ഫോൾഡർ കയറും. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് npm ഇൻസ്റ്റാൾ ആണ്. npm ആയി കൊടുത്താൽ npm ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ആയതിനു ശേഷം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് npm run dev. ഓക്കെ, കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പ്രൊജക്റ്റ് റൺ ആവും. നമ്മൾ ഇതൊന്ന് നമ്മുടെ ബ്രൗസറിനകത്ത് തുറന്നു നോക്കാം. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സാധനം. ഒന്നുമില്ല, ഒരു ബ്ലോഗ് ആപ്ലിക്കേഷൻ ആണ്. അപ്പം തുറക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാ ബ്ലോഗുകളും ഇങ്ങനെ 1 2 3 ഇങ്ങനെ കാണാൻ പറ്റും. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോമാണ്, അതിനകത്ത് ബ്ലോഗിൻ്റെ ടൈറ്റിലും കണ്ടന്റ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു ബ്ലോഗ് തുറന്നു കഴിഞ്ഞാൽ ആ ബ്ലോഗ് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ ബ്ലോഗിൻ്റെ ടൈറ്റിലും കണ്ടന്റ് ഉണ്ട്. പിന്നെ എഡിറ്റ് ഉണ്ട്. എഡിറ്റ് നമുക്ക് ബ്ലോഗ് എഡിറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് ബേസിക് ആയിട്ടുള്ള സാധനം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കോഡൊന്ന് നമ്മളിവിടെ തുറന്നിട്ട് ഫ്രണ്ടിൽ SRC നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം. നമ്മൾ പേജസിലാക്കിയിട്ട് ഓരോ പേജും ഉണ്ട്. പിന്നെ നമ്മളെ റിയാക്ട് റൗട്ടർ വെച്ചിട്ടാണ് ചെയ്തത്, ഓരോ പേജിന് കറസ്പോണ്ടിങ് ആയിട്ട്. പിന്നെ ഇവിടെ ഡൈനാമിക് റൗട്ട് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്ലോഗിനോട് കണ്ടോ, ഡൈനാമിക് ആയിട്ട് ഐഡിയ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, ഇതിൽ ഞാൻ അധികം പറയുന്നില്ല. പിന്നെ നമുക്ക് ഇതിന്റെ ബാക്ക് എൻഡ് നോക്കാം. ഓക്കെ, ബാക്ക് എൻഡ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്ക് എൻഡ് ആ ഒരു ഫോൾഡർ ഇവിടെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഇതുവരെ കാണാത്ത കുറച്ച് സാധനങ്ങൾ, ഇത് കോഡ് തുറന്നു നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. കാരണം വെച്ചാൽ ഇത് Express.js എന്ന് പറഞ്ഞിട്ടൊരു Node.js ഫ്രെയിം വർക്ക് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് എൻഡ് ക്രിയേറ്റ് ചെയ്തത്. അപ്പം ബാക്ക് എൻഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് CD ബാക്ക് എൻഡ് എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ npm ഇൻസ്റ്റാൾ ആയി കൊടുക്കും. npm ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം, റിയാക്റ്റിലൊക്കെ ചെയ്ത പോലെ തന്നെ. എന്നിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് npm റണ്ണ് ഡെവ് അല്ല സ്റ്റാർട്ട് എന്നാണ് കേട്ടോ കമാൻഡ്. സ്റ്റാർട്ട് കൊടുത്തു. അപ്പോൾ നമ്മളെ ബാക്ക് എൻഡ് റൺ ചെയ്യുന്നുണ്ട്, അതിൻ്റെ URL ആണ് ഇത്. അപ്പോൾ ഈ ബാക്ക് എൻഡ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ നേരത്തെ സ്വന്തമായിട്ട് API കണക്ട് ചെയ്യുന്ന പറഞ്ഞിരുന്നല്ലോ. ഒന്നുമില്ല, നമ്മൾ ഫ്രണ്ട് എൻഡിലേക്ക് എന്തെങ്കിലും ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്പേഴ്സ് API ഉപയോഗിച്ചിട്ടുണ്ട്, പല APIs ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു ബാക്ക് എൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതൊരു API മോഡലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ച സാധനങ്ങളൊക്കെ ഇവിടെ അപ്ലിക്കബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ സാധനം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല ടൂളുകളുണ്ട് ബാക്ക് എൻഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ APIs ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. പിന്നെ പല ടൂളും നമുക്ക് VS കോഡിൻ്റെ അകത്തെ ചെയ്യണമെങ്കിൽ VS കോഡിനകത്ത് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് തണ്ടർ ക്ലൈൻറ്റ്. നിങ്ങൾ തണ്ടർ എന്ന് സെർച്ച് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കാണുന്ന ഈ തണ്ടർ ക്ലൈൻറ്റ് എന്നുള്ള സാധനം ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തണ്ടർ ക്ലൈൻറ്റ് കാണാൻ പറ്റും. അത് തുറക്കാം. തുറന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ സർവർ റണ്ണിങ് ആണെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. എന്നാൽ മാത്രമേ സാധനം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ അറിയാം നമ്മുടെ ഒരു ബ്ലോഗ് ആപ്ലിക്കേഷൻ ആണ്. ഇപ്പോൾ ഫസ്റ്റ് പേജിൽ നമുക്ക് എല്ലാ ബ്ലോഗുകളും കാണാം. പിന്നെ ഒരു ബ്ലോഗ് ക്ലിക്ക് ചെയ്താൽ ആ ബ്ലോഗിൻ്റെ ടൈറ്റിലും കണ്ടന്റും കാണാം. പിന്നെ നമ്മൾ ക്രിയേറ്റിൽ ഇവിടെ കണ്ടന്റ് കൊടുത്ത് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബ്ലോഗ് ക്രിയേറ്റ് ആവണം. പിന്നെ ഒരു ബ്ലോഗിൽ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലോഗ് ഡിലീറ്റ് ആവണം. ഇവിടെ ബേസിക്കലി പറയുകയാണെങ്കിൽ 4 ഓപ്പറേഷൻസ് ആണ്. ഒന്ന് നമ്മൾ ബ്ലോഗിനെ ക്രിയേറ്റ് ചെയ്യലാണ്, അപ്പോൾ C. രണ്ടാമത്തെ ബ്ലോഗിനെ കാണലാണ്, റീഡ് ഓപ്പറേഷൻ, R. പിന്നെ ബ്ലോഗിനെ അപ്ഡേറ്റ് ചെയ്യലാണ്, എഡിറ്റ് ഓപ്പറേഷൻ, അപ്പോൾ U. ഇനി ബ്ലോഗിനെ ഡിലീറ്റ് ചെയ്യലാണ് ഡിലീറ്റ്. അപ്പോൾ ക്രെഡ് ഓപ്പറേഷൻസ് നമ്മൾ അതിനെ ഷോർട്ട് ആക്കിയിട്ട് അറിയാം കേട്ടോ. ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഷോർട്ട് ആക്കിയിട്ട് ക്രെഡ് എന്ന് വിളിക്കും. ഈ ഒരു സാധനമാണ് ശരിക്കും നമ്മൾ ബേസിക് ആയിട്ട് ഏത് വെബ് ആപ്ലിക്കേഷൻ നോക്കിയാലും ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് ബാക്ക് എൻഡിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് ടേംസ് ഉണ്ട്, ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നമ്മളെ ബാക്ക് എൻഡ് URL അവിടെ ഉണ്ട്. അവിടെ ഒരു ന്യൂ റിക്വസ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ നമ്മളെ ബാക്ക് എൻഡ് URL കൊടുക്കുകയാണ്. എന്നിട്ട് സ്ലാഷ് ബ്ലോഗ്സ് എന്ന് കൊടുക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഗെറ്റ് എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഞാൻ ഇവിടെ സെൻഡ് അടിക്കുന്ന സമയത്ത് ഇവിടെ കണ്ടോ സ്റ്റാറ്റസ് 200 ഓക്കെ, പിന്നെ ഒരു പെട്ടി, കാലിപ്പെട്ടി തന്നിട്ടുണ്ട്. ഇതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഞാനിവിടെ ബാക്ക് എൻഡിനോട് ചോദിക്കുകയാണ് എനിക്ക് എല്ലാ ബ്ലോഗുകളും ഇങ്ങോട്ട് തരുമോ എന്നുള്ളത്.
അപ്പോൾ അതെങ്ങനെ ചോദിക്കാം, ബാക്കെൻഡിലെ URL /blogs. ഈ സ്ലാഷ് എന്ന് പറയുന്ന സാധനം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചാണ് ബ്ലോഗ്സ് എന്നുള്ളത്. എനിക്ക് തേങ്ങാന്നോ മാങ്ങാന്നോ ചക്കാന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ആകെ ഇത്രയേ ഉള്ളൂ. നമ്മൾ ബാക്കെൻഡിനോട് എന്തെങ്കിലും ഒന്ന് ഇങ്ങോട്ട് തരുമോ എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു HTTP മെത്തേഡാണ് ഗെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇങ്ങോട്ട് ഡാറ്റ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം സെർവറിൻ്റെ അതിൽ ഡാറ്റ ഒന്നും ഇല്ല, ഡാറ്റാബേസിൽ കാലിയാണ്, അതുകൊണ്ടാണ് അവിടെ കാലിപ്പെട്ടി തന്നത്. ഇതാണ് നമുക്ക് പുതിയൊരു ബ്ലോഗിനെ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് പുതിയൊരു റിക്വസ്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് അതിൽ ഞാൻ ഇതേ URL കോപ്പി പേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് അങ്ങോട്ട് ഡാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഡാറ്റ വാങ്ങാൻ ഗെറ്റ് ആയിരുന്നു ഉപയോഗിച്ചത്, അങ്ങോട്ട് ഡാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, പോസ്റ്റിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ നമ്മൾ സെർവറിൽ അങ്ങോട്ടേക്ക് ഡാറ്റ കൊടുക്കും. അപ്പോൾ ഡാറ്റ കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ബോഡി എന്നുള്ള ഒരു സംഭവമുണ്ട്. ബോഡി എന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് ഡാറ്റ കൊടുക്കാനുള്ള ഒരു വഴി കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനെ കുറച്ചും കൂടെ ഒന്ന് തരാം. ഓക്കെ, ഇവിടെ നമുക്ക് ഡാറ്റ കൊടുക്കാൻ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. JSON ഉണ്ട്, XML ഉണ്ട്, ടെക്സ്റ്റ് ആയിട്ടുണ്ട്, ഫോം ഉണ്ട്, ഫോം എൻകോഡ് ഉണ്ട്, GraphQL ഉണ്ട്, ബൈനറി ഡാറ്റ ഉണ്ട്. നമുക്കിപ്പോൾ JSON ആണ് പരിചയമുള്ളത്, അപ്പോൾ JSON ആയിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഡാറ്റ ഉണ്ടാവുക എന്നുള്ളത്. ഒന്ന് ടൈറ്റിലാണ്, നമ്മുടെ ബ്ലോഗിൻ്റെ ടൈറ്റിൽ ഞാൻ മൈ ഫസ്റ്റ് ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതേപോലെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടെ ഉണ്ട്, അപ്പോൾ കണ്ടന്റും കൂടെ കൊടുക്കുകയാണ്, ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് സെർവർ റണ്ണിങ് ആയിരിക്കണം, രണ്ടാമത്തത് ഇവിടെ സെയിം URL തന്നെ, പക്ഷേ ഇവിടെ ഗെറ്റിന് പകരം പോസ്റ്റ് ആണ്. ഓക്കെ, എന്നിട്ട് ഞാൻ സെൻഡ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റെസ്പോൺസ് കാണാം, സ്റ്റാറ്റസ് 201. 201 എന്ന് വെച്ചാൽ HTTPയിൽ പല സ്റ്റാറ്റസ് കോഡുകളും ഉണ്ട്. നമ്മൾ നേരത്തെ നമ്മളിവിടെ ഗെറ്റ് അടിച്ചപ്പോൾ സ്റ്റാറ്റസ് 200 ആണ്. 200ന്റെ മീനിങ് ഓക്കെ എന്നാണ്, 201ന്റെ മീനിങ് ക്രിയേറ്റഡ് ആണ്. നമുക്ക് അറിയാവുന്ന ഒരു കോഡുണ്ട് 404, നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ പല കോഡുകളുണ്ട് കേട്ടോ. അപ്പോൾ ബേസിക്കലി ഇവിടെ ബ്ലോഗ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കാണാം. ഞാനിനി ഒന്നും കൂടെ ബ്ലോഗിനെ ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതിൽ ഒരു ബ്ലോഗ് ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ബ്ലോഗും കൂടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ, ഞാൻ ഇവിടെ ഫസ്റ്റിനകത്ത് ഞാൻ സെക്കൻഡ് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ സിമ്പിൾ, അപ്പോൾ അതും 201 ക്രിയേറ്റഡ് ആയി, ID 2 കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ വന്നിട്ട് കൊണ്ട് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ 2 എണ്ണം കാണാൻ പറ്റും. അപ്പോൾ ബേസിക്കലി നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ഗെറ്റ് റിക്വസ്റ്റ് കൊടുക്കുക, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് റിക്വസ്റ്റ് കൊടുക്കുക. പോസ്റ്റ് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ എക്സ്ട്രാ ആയിട്ടുള്ളത് ബോർഡിനകത്ത് JSON ആയിട്ട് നമ്മൾ ഡാറ്റ കൊടുക്കും. ഡാറ്റ ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചാണ്, ബാക്കെൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റി, അതേപോലെ തന്നെ എല്ലാ ബ്ലോഗുകളും ഒരുമിച്ച് കിട്ടാനും പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒരു പെർട്ടിക്കുലർ ബ്ലോഗ് മാത്രമാണ്. ഇപ്പോൾ ഇവിടെ 2 ബ്ലോഗ് ഒരുമിച്ചാണല്ലോ വരുന്നത്. നമ്മൾ ബ്ലോഗ്സിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ബ്ലോഗുകളും ഒരുമിച്ച് വരാം. എനിക്ക് ഒരു പെർട്ടിക്കുലർ ബ്ലോഗ് മാത്രമാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പുതിയൊരു റിക്വസ്റ്റ് ഉണ്ടാക്കുകയാണ്. അതിൽ ഞാൻ ബ്ലോഗ്സ്/ബ്ലോഗിൻ്റെ ID ഞാൻ 1 കൊടുക്കുകയാണേ, എൻ്റെ സെൻഡ് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഒന്നാമത്തെ ബ്ലോഗ് മാത്രം. ഞാൻ 2 കൊടുക്കുന്നെങ്കിലോ, രണ്ടാമത്തെ ബ്ലോഗ് മാത്രം. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പെർട്ടിക്കുലർ ബ്ലോഗിനെ മാത്രം എടുക്കാൻ പറ്റും. അപ്പം നമ്മളെ ബാക്കെൻഡ് URL /blogs പറഞ്ഞാൽ എല്ലാ ബ്ലോഗുകളും ഇങ്ങോട്ട് കിട്ടും. ഇനി അങ്ങോട്ടേക്ക് പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ബ്ലോഗ്സിലേക്ക് പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലോഗിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ബ്ലോഗ്സ്/ID കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ബ്ലോഗിനെ മാത്രം കിട്ടും. ഓക്കെ, അപ്പം അവിടെയും ഗെറ്റ് റിക്വസ്റ്റിന് ഉപയോഗിക്കാം. ഇപ്പോൾ 2 ടൈപ്പ് ഗെറ്റ് റിക്വസ്റ്റ് നമ്മൾ കണ്ടു. ഒന്ന് എല്ലാവരെയും കിട്ടുന്നതും, ഇന്നൊന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ആളെ മാത്രം കിട്ടുന്നില്ല. പിന്നെ ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ഉണ്ട്. പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡാറ്റനെ അങ്ങോട്ടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ്. ഇപ്പോൾ പോസ്റ്റിൻ്റെ കൂടെ ബോഡി ആയിട്ട് അതിനകത്ത് JSON ആയിട്ട് നമ്മൾ ഡാറ്റയും കൊടുക്കും. ഓക്കെ, നമുക്കൊരു ബ്ലോഗിനെ ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ എനിക്ക് രണ്ടാമത്തെ ബ്ലോഗിനെ ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ന്യൂ റിക്വസ്റ്റ് കൊടുത്താണ്. എന്നിട്ട് അതേപോലെ തന്നെ ബ്ലോഗ്സ്/2 ഒക്കെ കൊടുത്തു. ഒരു ഗെറ്റിന് അവരെ ഞാൻ എന്താ കൊടുക്കുന്നത്, ഡിലീറ്റ് റിക്വസ്റ്റാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ സെൻഡ് കൊടുക്കുകയാണ്. അപ്പോൾ 200 ഓക്കെ ആണ്, ഡിലീറ്റഡ് എന്ന് വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചിവിടെ ബ്ലോഗ്സിൽ വന്നിട്ട് ഒന്ന് സെൻഡ് അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഒന്നാമത്തെ ബ്ലോഗ് മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ ബ്ലോഗ് എന്തായി, ഡിലീറ്റ് ആയി. ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ബ്ലോഗ്സ്/ബ്ലോഗിൻ്റെ ID, പക്ഷെ അതിൽ റിക്വസ്റ്റിൻ്റെ പേര് മാറ്റാണ്ട് ഗെറ്റ് അല്ല ഡിലീറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്കൊരു ബ്ലോഗിനെ എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ എനിക്ക് ഒന്നാമത്തെ ബ്ലോഗിനെ എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളതിന് പുതിയൊരു റിക്വസ്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് ബ്ലോഗ്സ്/ബ്ലോഗിന് ID, ഇപ്പോൾ ഒന്നാമത്തെ ബ്ലോഗിനാണ് എഡിറ്റ് ചെയ്യേണ്ടത്, അത് അങ്ങനെ തന്നെ കൊടുത്തു കേട്ടോ. ഞാൻ ഇതൊന്ന് കോപ്പി ചെയ്യണേ. എന്നിട്ട് ഞാൻ ഗെറ്റിന് പകരം പുട്ടുണ്ട്. പുട്ടാണ് ശരിക്കും പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. ഒരു സാധനത്തിനെ മാറ്റി വേറൊരു സാധനത്തിനെ വെക്കുക എന്നുള്ള മീനിങ്ങിലാണ് പുട്ട് എന്നുള്ള പേര്. എന്നിട്ട് അതിൽ നമ്മൾ പോസ്റ്റിൽ കൊടുത്ത പോലെ തന്നെ ബോഡി JSON ആയിട്ട്, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ബ്ലോഗിന് ഞാൻ മൈ ന്യൂ ബ്ലോഗ് എന്ന് പേര് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ പുട്ട് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, കണ്ടോ, അത് 200 ആയി. ഓക്കെ, നമ്മൾ എല്ലാ ബ്ലോഗുകളും നോക്കുന്ന സമയത്തുണ്ടോ, ഒന്നാമത്തെ ബ്ലോഗിൻ്റെ പേരും ടൈറ്റിൽ മാറിയില്ലേ. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുട്ട് റിക്വസ്റ്റ് ആണ് കൊടുക്കുക. ഓക്കെ, ബ്ലോഗ്സ്/ബ്ലോഗിൻ്റെ ID, എന്നിട്ട് അതിലേക്ക് ഡാറ്റ ആയിട്ട് JSONൽ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ഡാറ്റ എന്താണ് അത് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, അത് കണ്ടന്റ് മാറ്റും, എഡിറ്റ് ചെയ്തിട്ട് സാധനം മാറ്റും. അപ്പോൾ നമുക്ക് ബേസിക്കലി ക്രിയേറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും നമുക്കിപ്പോൾ തണ്ടർ ക്ലയൻറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മീൻസ് നമ്മളിപ്പോൾ ഇതിവിടെ
കുറേ ഓപ്പറേഷൻ ചെയ്തത് ഈ ടൂളിനകത്താണ്. നമുക്ക് ശരിക്കും എന്താ വേണ്ടത്? നമുക്ക് ശരിക്കും ഇത് നമ്മളെ റിയാക്ട് ഫ്രണ്ട് എൻഡിൽ കൊണ്ടുവരണം. കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു സാധനം എങ്ങനെ ഫ്രണ്ട് എൻഡിലോട്ട് കൊണ്ടുവരാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫ്രണ്ട് എൻഡിൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ചെയ്യാം. നമ്മൾ API കണക്ട് ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞില്ലേ, ഞാനിവിടെ ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജ് ആണല്ലേ, ഇവിടെ ഞാൻ എന്താണ് ലോഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാക്കണം. ലോഡ് സിങ്ക്രണസ് ഫംഗ്ഷൻ ആയിരിക്കും കാര്യം. ബാക്ക് എൻഡിലോട്ട് വിളിക്കണം, നമ്മളെ ഫെച്ച് എന്നുള്ള ഫംഗ്ഷൻ വിളിക്കണം. അപ്പോൾ അത് സിങ്ക്രണസ് ആയിരിക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റ് RES ഈക്വൽ ടു അവൈറ്റ് എന്ത് ചെയ്യാം, വെച്ച് നമ്മളെ URL കൊടുക്കാം, ബ്ലോക്സ് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് ഡാറ്റ ഈക്വൽ ടു അവൈറ്റ് JSON ആയിട്ട്. ഓക്കെ, ഇതാ ജസ്റ്റ് എന്താണ് ഇതൊന്ന് കൺസോൾ ലോഗ് ചെയ്യാണ്, പാറ്റേൺ ഒന്ന് കൺസോൾ ലോഗ് ചെയ്യാണ്. ഓക്കെ, ഇനി ഈ ഫംഗ്ഷന് വർക്ക് ആവണമെങ്കിൽ ഈ ഫംഗ്ഷനെ വിളിക്കണ്ടേ? അപ്പോൾ ഫംഗ്ഷൻ വിളിക്കണമെങ്കിൽ നമ്മൾ പേജ് ലോഡാകുമ്പോൾ ഫംഗ്ഷൻ വിളിക്കണമെങ്കിൽ നമ്മൾ യൂസ് എഫക്റ്റ് ഉണ്ടായിരുന്നു, ഹുക്ക്. യൂസ് എഫക്റ്റിൽ രണ്ട് കാര്യങ്ങൾ എടുക്കണം. ഒന്ന് ഒരു ആരോ ഫംഗ്ഷൻ ആണ്, അതിനകത്ത് നമുക്ക് ലോഡിനെ വിളിക്കാം. ഓക്കെ, രണ്ടാമത്തത് ഡിപ്പെൻഡൻസി അറയാണ്, നമുക്ക് ഒറ്റ പ്രാവശ്യം മാത്രമേ റൺ ചെയ്യാനുള്ളൂ, അതുകൊണ്ട് തന്നെ എംപ്റ്റി ഡിപ്പെൻഡൻസി അറ കൊടുക്കും. ഓക്കെ, ഇനി നമ്മളിവിടെ തുറന്നിട്ട് ഇവിടെ ഇൻസ്പെക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ കൺസോൾ വർക്കാണ്. കണ്ടോ, നമുക്ക് എന്താ ഈ ബ്ലോഗുകൾ ലോഡ് ആയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ 2-3 ബ്ലോഗുകളും കൂടെ ക്രിയേറ്റ് ചെയ്ത് തരാം. ഇവിടെ ഞാൻ സെക്കൻഡ് ബ്ലോഗ് ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യണേ. ഇനി നമ്മൾ ബ്ലോഗ്സ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, 1, 2, 1, 3 ID മാറുന്ന നോക്കണ്ട കേട്ടോ. നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ പിന്നെ ആ ഡിലീറ്റ് ചെയ്തതിൻ്റെ ID ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ 1, 3, 2 ബ്ലോഗുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫ്രണ്ട് എൻഡിൽ കിട്ടുന്നുണ്ടോ നോക്കാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ഈ 2 ബ്ലോഗുകളും ഫ്രണ്ട് എൻഡിൽ വന്നിട്ടുണ്ട്. ഇതിന് പേജിൽ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. നമുക്കത് എന്ത് ചെയ്യാം, പേജിൽ ഡിസ്പ്ലേ ചെയ്യാം. പേജിൽ ഡിസ്പ്ലേ ഒന്നുമില്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന സാധനം തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ലോഡിംഗ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് വേരിയബിൾ ഉപയോഗിക്കാം. കോൺസ്റ്റ് ലോഡിംഗ് സെറ്റ് ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് വേരിയബിൾ. എന്നിട്ട് ഇനീഷ്യലി ലോഡിംഗ് എന്തായിരിക്കണം, ട്രൂ ആയിരിക്കണം. അവിടെ ഇനീഷ്യലി ട്രൂ കൊടുക്കുകയാണേ. എന്നിട്ട് നമ്മൾ ലോഡിംഗ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു ലോഡിംഗ് ആണെങ്കിൽ നമ്മളൊരു ലോഡിംഗ് എന്നുള്ള ടെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി ടെക്സ്റ്റ് ഒരു ഡിവിനകത്താക്കിയിട്ട് ലോഡിംഗ് എന്ന് മാത്രം പറയുകയാണേ. ഓക്കെ, പിന്നെ നമ്മളെ പേജ് ലോഡായി ഡാറ്റ ഒക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ലോഡിംഗ് ഫോൾസ് ആക്കാം. ഇപ്പോൾ ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ലോഡ് ചെയ്ത സാധനം പേജിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പുതിയൊരു സ്റ്റേറ്റ് വേരിയബിൾ ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ബ്ലോഗ്സ് കോമ സെറ്റ് ബ്ലോഗ്സ്, ഇതൊക്കെ നമ്മൾ ചെയ്ത സാധനമാണ്. ഇപ്പോൾ യൂസ് സ്റ്റേറ്റ് ഇനീഷ്യലി ബ്ലോഗ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എംപ്റ്റി അറേ കൊടുത്തു, അല്ലെ എംപ്റ്റി അറേ കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കൺസോൾ ലോഗ് ചെയ്യുന്നതിന് പകരം ബ്ലോഗായിട്ട് അങ്ങ് സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ആ ബ്ലോഗ്സിനെ ഇവിടെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ കൊടുക്കുന്നതിന് പകരം ബ്ലോഗ്സ് ഡോട്ട് മാപ്പ് ഓരോ ബ്ലോഗിനെ ഇൻപുട്ട് ആയിട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു LI ആയിട്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം ബ്ലോഗിൻ്റെ ടൈറ്റിൽ കാണിക്കണം. അപ്പം ബ്ലോഗ് ഡോട്ട് ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ബ്ലോഗിനും കാണും. ഓക്കെ, കണ്ടോ, മൈ ന്യൂ ബ്ലോഗ്, മൈ സെക്കൻഡ് ബ്ലോഗ് ഇങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എറർ കാണാം, ഈച്ച് ചൈൽഡ് ഇൻ ലിസ്റ്റ് ഷുഡ് ഹാവ് യുണീക്ക് കീ പ്രോപ്പർ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒന്നുമില്ല, നമ്മളിങ്ങനെ മാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ സാധനത്തിനും കീ എന്നുള്ള പ്രോപ്പർട്ടി വേണം, അത് കൊടുക്കണമെന്നല്ല. ഒന്നുമില്ല, കീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലോഗിൻ്റെ ID വേണം ഞാൻ കൊടുത്തേക്ക്, എറർ പോകും. ഇത് നമുക്ക് വലിയ ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ. ബേസിക്കലി ഇപ്പോൾ നമ്മൾ ബാക്ക് എൻഡിലുള്ള ആ ഒരു ബ്ലോഗുകളെ ഫ്രണ്ട് എൻഡിലേക്ക് കാണിക്കുക ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത്, ഒന്നുമില്ല, നമ്മൾ ബാക്ക് എൻഡിൽ നിന്ന് ഫ്രണ്ട് എൻഡിലേക്ക് ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫംഗ്ഷൻ എഴുതി ഉണ്ടാക്കി. ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് എഫക്റ്റ് കൊടുത്തു. നമ്മൾ ലോഡിങ് കാണിക്കാൻ വേണ്ടിയിട്ട് ലോഡിങ് വേണ്ടിയിട്ട് സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ടാക്കി. എന്നിട്ട് ഫംഗ്ഷൻ വിളിച്ച് കഴിഞ്ഞ ശേഷം ലോഡിങ് നിർത്തിയ ശേഷം സെറ്റ് ലോഡിങ് ഫോൾസ് ആക്കി. പിന്നെ നമ്മൾ ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ടാക്കി. ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കിട്ടുന്ന ഡാറ്റ ബ്ലോഗ്സ് ആക്കിയിട്ട് വേണ്ടിയിട്ട് ഓരോ ബ്ലോഗിനെ പേജിലേക്ക് കാണിക്കുക ചെയ്തത്. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ബ്ലോഗിനെ ലോഡ് ചെയ്യുന്ന സംഭവം, ഇത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു ഫംഗ്ഷൻ ആക്കിയിട്ട് എഴുതി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ SRCനകത്ത് പേജസ് പോലെ തന്നെ SRCനകത്ത് പുതിയൊരു ഫോൾഡർ API എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതിൽ ഞാൻ ബ്ലോഗ്സ് ബ്ലോഗ് എന്നോ ബ്ലോഗ് ഡോട്ട് JS മതി. അപ്പോൾ ഇവിടെ ഞാൻ പുതിയൊരു ഫംഗ്ഷൻ ആയിട്ടതാണ് എക്സ്പോർട്ട് അസിങ്ക് ഫംഗ്ഷൻ ഗെറ്റ് ഓൾ ഗെറ്റ് ബ്ലോഗ്സ് മതി. ഞാൻ പ്രശ്നമില്ല കേട്ടോ, നമ്മളെ ഇഷ്ടം പോലെയാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സാധനം ഇവിടെ കൊണ്ടുപോയി വെക്കാം. എന്നിട്ട് നമ്മൾ റിട്ടേൺ ഡാറ്റ വെച്ചാൽ ഡാറ്റ ഫെച്ചിങ് APIനെ വിളിക്കുന്ന കോഡ് നമ്മൾ API എന്നുള്ള ഫോൾഡറിനകത്താക്കി കൊടുക്കും. എങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി കോൺസ്റ്റ് ഡാറ്റ ഈക്വൽ ടു അവൈറ്റ് ഗെറ്റ് ടൈം നമ്മളത് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എക്സ്പോർട്ട് ചെയ്തു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഗെറ്റ് ബ്ലോക്സ് ഫംഗ്ഷൻ വിളിച്ചാൽ മതി. അപ്പോൾ APIനെ കോൾ ചെയ്യുന്ന കോഡ് നമ്മൾ ഈ ഒരു ഫയലിനകത്താക്കി വെച്ചു എന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി നമുക്കിപ്പം നമ്മൾ ബ്ലോഗുകൾ തണ്ടർ ക്ലയൻറ്റ് പോയിട്ട് സെറ്റ് ചെയ്താൽ അതവിടെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ എന്താണ് പുതിയൊരു ബ്ലോഗിനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ തേർഡ് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ സെക്കൻഡ് ബ്ലോഗ് മാറ്റിയിട്ട് ഞാൻ തേർഡ് ബ്ലോഗ് ഉണ്ടാക്കുകയാണ്.
ഇതും ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഫ്രണ്ട് എൻഡിൽ വന്ന് റീഫ്രഷ് ചെയ്യുന്നുണ്ടോ തേർഡ് ബ്ലോഗും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലോഗുകളെ ഇപ്പോൾ ഇങ്ങനെ കാണാനും പറ്റി. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ക്രിയേറ്റ് ആവണം. ഓക്കെ, അതാണ് അടുത്ത പണി. അപ്പോൾ അതിനായിട്ട് നമ്മൾ ടൈറ്റിലും കണ്ടന്റും ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് ഫോമിൽ നിന്ന് എങ്ങനെ ഡാറ്റ എടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ഡോട്ട് JSX ആണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഫോം മാത്രമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഈ ഇൻപുട്ടുകൾക്കൊക്കെ പേരിട്ട് കൊടുക്കാൻ നോക്കാം. ഓക്കെ, ഞാൻ നെയിം എന്ത് ചെയ്യാണ്, ടൈറ്റിലാണ്. ടൈറ്റിൽ ഈ ടെക്സ്റ്റ് ഏരിയക്ക് നെയിം കണ്ടന്റ് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഓക്കെ, ഇത് രണ്ടിനും നെയിം കൊടുത്തിട്ടോ. ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ കൊടുക്കണമെങ്കിൽ ഓൺ സബ്മിറ്റ് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷൻ കോൾ കൊടുക്കും. അപ്പോൾ ഞാനിവിടെ കോൺസ്റ്റ് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ആട്ടോ. നമ്മൾ സാധാരണ സബ്മിറ്റിൻ്റെ അകത്ത് എന്ന് പറഞ്ഞിട്ട് ഇവന്റ് എന്ന് പറഞ്ഞിട്ട് സാധനമാണ്. ഞാൻ കൺസോൾ ലോഗ് ചെയ്ത് കാണിച്ചത് ഈനകത്ത് എന്താ വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ഫംഗ്ഷൻ കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ടൈറ്റിൽ ഞാൻ ടെസ്റ്റ് കൊടുക്കുകയാണ്, കണ്ടന്റ് ഞാൻ ടെസ്റ്റ് കൊടുക്കുകയാണ്, ഞാൻ ക്രിയേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ക്രിയേറ്റ് കൊടുത്ത ആ ഒരു മൊമെൻറ്റിൽ പേജ് റീഫ്രഷ് ആയി. എന്നിട്ട് എന്താ ഇവിടത്തേക്ക് ഫോമിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള ആക്ഷൻ എന്താ വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റീഫ്രഷ് ആകുന്ന ഒരു സംഭവമാണ്. വെച്ചാൽ ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അതാണ്. അപ്പോൾ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണം. പ്രിവെൻറ്റ് വേണ്ടിയിട്ട് നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ ഡോട്ട് പ്രിവെൻറ്റ് ഡീഫോൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് വിളിച്ചു കഴിഞ്ഞാൽ ആ പ്രിവെൻറ്റ് ഡീഫോൾട്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല, ഡീഫോൾട്ട് ആയിട്ടുള്ള ആ ഒരു ബിഹേവിയർ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്താ സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ കേട്ടോ, ഇനി ഒന്നും കൂടെ ടെസ്റ്റ് കൊടുത്ത് ഞാൻ ക്രിയേറ്റ് എടുക്കുകയാണ്. അപ്പോൾ ആ റീഫ്രഷിങ് ആ ഒരു സംഭവം പോയില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡോട്ട് പ്രിവെൻറ്റ് ഡീഫോൾട്ട് ആദ്യം വിളിച്ചത്. ഇതിനകത്ത് ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഈ ഫോമിനാണ് ആവശ്യം. ഫോം എന്തില്ല, ടാർഗറ്റ് എന്നുള്ള പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് ഡോട്ട് ടാർഗറ്റ് നോക്കാം. ഓക്കെ, ഒന്നും കൂടെ ഞാൻ ക്രിയേറ്റ് എടുക്കണം. അപ്പോൾ കണ്ടോ ഫോം കിട്ടിയിട്ടുണ്ട്. ഫോമിനകത്ത് നമുക്ക് നെയിമും ടൈറ്റിലും കണ്ടന്റും അല്ലേ കിട്ടാനുള്ളത്. അപ്പോൾ നമുക്ക് ടൈറ്റിലും കണ്ടന്റും ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺസ്റ്റ് ടൈറ്റിൽ ഈക്വൽ ടു ഡോട്ട് ടാർഗറ്റ് ഡോട്ട് ടൈറ്റിൽ ഡോട്ട് വാല്യൂ. ഇതേപോലത്തെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടന്റിനെ ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ രണ്ടിനെ കൺസോൾ ലോഗ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ടൈറ്റിൽ കോമ കണ്ടന്റ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടോ ടൈറ്റിൽ വേണം, കണ്ടന്റോടെ ഞാൻ മാറ്റുക കണ്ടന്റ് എന്നാണ്. ബേസിക്കലി നമുക്ക് എന്തായി, നമ്മളെ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സബ്മിറ്റ് ചെയ്ത സാധനങ്ങൾ നമുക്കിവിടെ കോഡിലേക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഈ കിട്ടിയ സാധനത്തിന് നമ്മളെ ബാക്ക് എൻഡിലോട്ട് കൊടുക്കാറുണ്ട്. അതായത് നമ്മൾ കോൺസ്റ്റ് RES ഈക്വൽ ടു നമ്മൾ വെയിറ്റ് ആണെങ്കിൽ ഇതൊരു അസിങ്ക്രണസ് ഫംഗ്ഷൻ ആയിരിക്കണം, അസിങ്ക് ആക്കി. എന്നിട്ട് നമ്മളെ ഫെച്ചിനകത്ത് നമ്മൾ നേരത്തെ തണ്ടർ ക്ലയന്റിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ പോസ്റ്റ് ചെയ്തില്ലേ, ഈ ഒരു സാധനം നമുക്ക് നമ്മളെ കോഡിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ കോഡിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കണം. ഓക്കെ, സാധാരണ നമ്മൾ ഫെച്ച് കൊടുക്കുന്ന പോലെ തന്നെ അവിടെ ഫെച്ച് കൊടുക്കുക, കുഴപ്പമില്ല. സാധാരണ ഫെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ട് അത് ഗെറ്റ് റിക്വസ്റ്റ് ആണ് കൊടുക്കുക. നമുക്ക് എന്താണ് ഇതൊരു പോസ്റ്റ് റിക്വസ്റ്റ് ആയിട്ട് കൊടുക്കുക. അതുകൊണ്ട് തന്നെ കോം ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. ഇവിടെ ഇനിറ്റ് എന്ന് പറഞ്ഞിട്ട് സാധനമാണ് വെച്ചാൽ റിക്വസ്റ്റിൻ്റെ ഓപ്ഷൻസ് ആണ്. ഇത് നിങ്ങളിങ്ങനെ കൺട്രോൾ സ്പേസ് കൊടുത്ത് കഴിഞ്ഞാൽ കണ്ടോ കുറേ പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് നമ്മൾ മാറ്റുന്നത് മെത്തേഡ്. മെത്തേഡ് നമ്മൾ എന്താക്കാണ്, പോസ്റ്റ് ആക്കാണ്. അപ്പോൾ സാധാരണ ഡീഫോൾട്ട് ആയിട്ട് മെത്തേഡ് ഗെറ്റ് ഉണ്ടാവുക, അത് നമ്മൾ മാറ്റി പോസ്റ്റ് ആക്കാണ്. അപ്പോൾ പോസ്റ്റ് ആകുമ്പോൾ നമ്മളിവിടെ തണ്ടർ ക്ലയന്റിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, മെത്തേഡ് പോസ്റ്റ് ആണ്, ബോഡി കൊടുത്തിട്ടുണ്ട് JSON ആയിട്ട്. അപ്പോൾ നമുക്ക് ബോഡി കൊടുക്കാം. ഓക്കെ, ബോഡി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോഡി എന്താ, ടൈറ്റിലും കണ്ടന്റും ഉണ്ട്, JSON ആയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ടൈറ്റിലും കണ്ടന്റ് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്, ടൈറ്റിൽ കോമ കണ്ടന്റ് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് നമുക്ക് JSON ആയിട്ട് കൊടുക്കണമെങ്കിൽ ഇതിന് ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഒരു JSON ആക്കി മാറ്റണം. JSON ആക്കി മാറ്റാൻ വേണ്ടി JSON ഡോട്ട് സ്ട്രിങ്ങിഫൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിനകത്താക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബോഡിയായി. ഇനി രണ്ടാമതൊരു കാര്യം എക്സ്ട്രാ ആയിട്ട് ചെയ്യാനുള്ളത്, ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ ബോഡിൻ്റെ ടൈപ്പ് JSON ആണ്. അപ്പോൾ ടൈപ്പും കൂടെ ബാക്ക് എൻഡിന് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഫോമിൽ സബ്മിറ്റ് ചെയ്യുന്ന സാധനം നമുക്ക് ബാക്ക് എൻഡിലോട്ട് കൊടുക്കണം. ബാക്ക് എൻഡിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഈ ഫോമിലെ ടൈറ്റിലും കണ്ടന്റും നമുക്ക് ഫോം വെച്ചിട്ട് നമുക്ക് ആക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്. ഓക്കെ, ടൈറ്റിലും കണ്ടന്റും ഫോം വെച്ചിട്ട് ആക്സ് ചെയ്തു. ഡോട്ട് ടാർഗറ്റ് ഡോട്ട് ടൈറ്റിൽ ഡോട്ട് വാല്യൂ, അതുപോലെ തന്നെ കണ്ടന്റ് വാല്യൂ രണ്ടും എടുത്തു. ഈ കിട്ടിയ ഡാറ്റ നമ്മൾ ബാക്ക് എൻഡിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫെച്ചിനെ ഉപയോഗിച്ചു. ഫെച്ചിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഒരു പ്രോപ്പർട്ടീസ് കുറച്ച് സാധനം വെച്ചാൽ ഒന്ന് മെത്തേഡ് പോസ്റ്റ് കൊടുത്തു, രണ്ടാമത്തെ ബോഡി കൊടുത്തു, മൂന്നാമത് ഞാൻ പറഞ്ഞത് ഇത് JSON ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ സാധനം കൊടുക്കും. ഒരു ഹെഡർ ആയിട്ട് നമ്മൾ കൊടുക്കാം കേട്ടോ. ഹെഡേഴ്സിന് കൊടുക്കാം. എന്നിട്ട് ഇതിൽ കീ ആയിട്ട് കണ്ടന്റ് ടൈപ്പ്, അതിൻ്റെ വാല്യൂ ആയിട്ട് application/JSON ഇങ്ങനെയും കൂടെ കൊടുക്കണം. അല്ലെങ്കിൽ ബാക്ക് എൻഡിന് മനസ്സിലാവില്ല ഇതൊരു JSON ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ് വരുന്നത് എന്നുള്ളത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ റെസ്പോൺസ് വരുന്നത് എന്നുള്ളതൊന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇനി ഞാനിവിടെ വന്നു, ഇത് എന്താണ്
ന്യൂ ബ്ലോഗ് ക്രിയേറ്റഡ് ഫ്രം കണ്ടന്റ്. ഇതിനകത്താണ് ഹലോ വേൾഡ് എന്ന് കൊടുക്കുകയാണെ. ഞാൻ കൺസോൾ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുകയാണ്. ഇത് ക്രിയേറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ ഇതൊക്കെ ആയിട്ടുണ്ട്. സ്റ്റാറ്റസ് 2.1 ക്രിയേറ്റ് ആണ്, ഓക്കെ ട്രൂ ആണ്. അപ്പോൾ സംഭവം ആയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ എന്ത് ഇവിടെ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ആ സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. ആ ബ്ലോഗ് ക്രിയേറ്റ് ആയിട്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, നമ്മുടെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേജ് ഓട്ടോമാറ്റിക്കലി ആ പേജിലേക്ക് പോകുന്നില്ല. അതായത് ഇപ്പോൾ അനദർ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യണേ. അനദർ ബ്ലോഗ് മറ്റേ എന്നോട് എന്നൊരു കണ്ടന്റ് കൊടുക്കണം. ഞാൻ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ആയതിനു ശേഷം തിരിച്ച് യൂസറിനെ ഹോം പേജിലോട്ടൊക്കെ തന്നെ തിരിച്ച് കൊണ്ടുവരും. ഓക്കെ, അതെങ്ങനെ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞാൽ ഇവിടെ കൺസോൾ ലോഗിന് പകരം യൂസറിനെ ഹോം പേജിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ എന്തോ ഒരു കോഡ് വേണം. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് റിയാക്ട് ഔട്ടറിൽ നാവിഗേറ്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, നാവിഗേറ്റ് എന്നുള്ള ഫംഗ്ഷൻ അതെങ്ങനെയാണെന്ന് വെച്ചാൽ യൂസ് നാവിഗേറ്റ് എന്നുള്ള ഒരു ഹുക്ക് ഉണ്ട് റിയാക്ട് ഔട്ടറിൽ നിന്ന് കിട്ടുന്ന കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസറിനെ തിരിച്ച് ഹോമിലേക്ക് തന്നെ കൊണ്ടുവരിക്കും. ഒന്നുമില്ല, നാവിഗേറ്റ് കൊടുക്കുക, എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യാം, ഹോം അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പം എന്താ സംഭവിക്കുക, നമ്മളിവിടെ ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ഫംഗ്ഷൻ വർക്കാവാം. ഇപ്പോൾ ക്രിയേറ്റ് എന്തൊക്കെ ചെയ്യുന്നത്, ഫോമിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള ബിഹേവിയർ പ്രിവെൻറ്റ് ചെയ്തു. അതിനുശേഷം ടൈറ്റിലും കണ്ടന്റും എടുത്ത് നമ്മൾ ബാക്കിലോട്ട് കൊടുക്കുമ്പോൾ എക്സ്ട്രാ കാര്യങ്ങളുണ്ട്. ഒന്ന് മെത്തേഡ് പോസ്റ്റ് ആയിരിക്കണം, രണ്ടാമത്തത് ബോഡി നമ്മൾ ഡാറ്റ JSON ആക്കിയിട്ട് മാറ്റിയിട്ട് കൊടുക്കണം. മൂന്നാമത്തത് നമ്മൾ ഹെഡേഴ്സ് ആയിട്ട് ഈ ഒരു ഹെഡർ കൊടുക്കണം. എന്നാലും മാത്രമേ ബാക്കിൻ്റെ മനസ്സിലാവുള്ളൂ നമ്മൾ JSON ആയിട്ടുള്ള ഡാറ്റയാണ് തരുന്നത് എന്നുള്ളത്. ഇത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ, നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇത് നമ്മളെ യൂസറിനെ തിരിച്ച് എന്ത് ചെയ്യാണ്, ഹോം പേജിലോട്ടേക്ക് തന്നെ കൊണ്ടുവരാം. ഇനി ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പം ഞാൻ അനദർ ബ്ലോഗ് അനദർ കണ്ടന്റ് കൊടുക്കണം. ഞാൻ ക്രിയേറ്റ് കൊടുക്കുകയാണേ. കണ്ടോ തിരിച്ച് യൂസർ ഹോം പേജിലോട്ടേക്ക് തന്നെ എത്തി. നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റി, അതേപോലെ തന്നെ എല്ലാ ബ്ലോഗുകളും കാണാനും പറ്റി. ഇനി അടുത്തതായിട്ടുള്ളത് നമ്മളൊരു ബ്ലോഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ബ്ലോഗാണ് കാണിക്കുന്നത്. അപ്പം ഇവിടെ എന്താ എല്ലായിടത്തും ഒരേ സാധനം കാണിക്കുന്നത് അല്ലേ. ഏത് ബ്ലോഗ് തുറന്നു കഴിഞ്ഞാലും ഇതേ സാധനം. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ നമ്മളിവിടെ കോഡ് തുറന്നു നോക്കി കഴിഞ്ഞാൽ കോഡിൽ നിങ്ങൾക്ക് കാണാം blog.jsxൽ ഈ ID ഇങ്ങോട്ട് എടുക്കും. ആ ID ഇവിടെ കാണിക്കും. പിന്നെ ഈ ഇത്രയും കണ്ടന്റ് ഉള്ളൂ. അപ്പോൾ ഈ ID എവിടുന്ന വരുന്നത്, ബ്ലോഗ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ഇവിടെ ഒരു ലിങ്ക് ആയിട്ട് എടുക്കുന്നത്. ആ ലിങ്കിൽ 2 ആയിട്ട് ID എല്ലാത്തിൻ്റെ ID 1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഏത് തുറന്നാലും ബ്ലോഗ് ടൈറ്റിൽ 1 ഇങ്ങനെ കാണിക്കുന്നത്. നമുക്ക് അത് മാറ്റിയിട്ട് ഓരോ ബ്ലോഗിനും അതിൻ്റെ തന്നെ ID കാണിക്കണമെങ്കിൽ നമുക്ക് ഈ 2 എന്താക്കാം, നമുക്ക് ഇങ്ങനെ മാറ്റി ഇവിടെ 2ൻ്റെ സ്ഥലത്ത് ബ്ലോഗിൻ്റെ ID കൊടുക്കുക. blog.id ക്യാപിറ്റലാണ്. ഓക്കെ, ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്താ പ്രത്യേകത വെച്ചാൽ ഞാൻ റീഫ്രഷ് ചെയ്ത് തരാം. ഇത് 1 ആണ്, ഇത് 3 ആണ്. കണ്ടോ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ID ഉണ്ട്. ഇത് 1 ആണ്, ഇത് 3 ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ബ്ലോഗിൻ്റെ ID അങ്ങോട്ടേക്ക് പാസ് ആവാനുണ്ട് അല്ലേ. ഓക്കെ, പിന്നെ നമുക്ക് ഒന്നാമത്തെ ബ്ലോഗ് തുറക്കുമ്പം അതിൻ്റെ ടൈറ്റിലും അതിൻ്റെ കണ്ടന്റും ഇവിടെ കാണിക്കണം. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റിൻ്റെ അകത്ത് ചെയ്ത കാര്യം അതും കൂടെ ഒന്ന് നമുക്ക് വൃത്തിയാക്കി വെക്കാം. അതായത് ബ്ലോഗിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ APIൻ്റെ അകത്ത് blog.jsൽ പുതിയൊരു ഫംഗ്ഷൻ ആയിട്ട് എഴുതിയാൽ മതി. എക്സ്പോർട്ട് അസിങ്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ബ്ലോഗ് എന്നാണ്. ഓക്കെ, എന്നിട്ട് അതിൽ ബ്ലോഗിൻ്റെ ടൈറ്റിലും കണ്ടന്റും ഇൻപുട്ടായിട്ട് എടുത്തിട്ട് ബ്ലോഗിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ കോൺസ്റ്റ് RES ഇങ്ങനെ കൊടുക്കാം, എന്നിട്ട് റിട്ടേൺ RES കൊടുക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും വെറുതെ കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇനി ഇവിടെ എന്ത് ചെയ്താൽ മതി, അവൈറ്റ് ക്രിയേറ്റ് ബ്ലോഗ് ഫംഗ്ഷൻ വിളിച്ചിട്ട് അതിലേക്ക് എന്ത് ചെയ്താൽ മതി, ടൈറ്റിലിനെ കണ്ടന്റിനെ പാസ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ കോഡ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തേ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓരോ ബ്ലോഗ് തുറക്കുമ്പോൾ ആ ബ്ലോഗിൻ്റെ ടൈറ്റിലും ആ ബ്ലോഗിൻ്റെ കണ്ടന്റും വേണം. അപ്പോൾ നമുക്ക് blog.jsx തുറക്കാം. ഓരോ ബ്ലോഗ് തുറക്കുമ്പോൾ ആദ്യം ആ ബ്ലോഗിന് ഇങ്ങോട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ ID ഇവിടെ ഉണ്ട്. ഈ ID വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ബ്ലോഗിന് എടുത്താൽ മതി. ഞാൻ ഇവിടെ പുതിയൊരു ഫംഗ്ഷൻ ഏതാണ്, ലോഡ് എന്ന് പറഞ്ഞിട്ടെ. ഓക്കെ, നമ്മൾ അസിങ്ക്രണസ് ഫംഗ്ഷൻ അസിങ്ക് ആയിട്ട്, എന്നിട്ട് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റ് റെസ്പോൺസ് ഈക്വൽ ടു നമ്മൾ അവൈറ്റ് ഫെച്ചിനകത്ത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്താൽ മതി, URL അതേപോലെ കൊടുക്കണം. ഓക്കെ, എന്നിട്ടൊരു സ്ലാഷ് ഇട്ടിട്ട് നമ്മൾ ID വേണം. അപ്പോൾ ID നമുക്ക് ഇവിടെ വാരിയബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ID അങ്ങനെ കൊടുത്താൽ മതി. എന്തായി, ബ്ലോഗിനെ കിട്ടി RES. ഇത് നമുക്ക് ഡാറ്റ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവൈറ്റ് എന്ത് ചെയ്താൽ മതി, RES.json. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഇവിടെ കൺസോൾ ലോഗ് ചെയ്ത് കാണിച്ചു തരാം ഡാറ്റ. ഈ ലോഡ് എന്നുള്ള ഫംഗ്ഷൻ ഈ പേജ് ലോഡ് ആകുമ്പോൾ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് എഫക്റ്റ് ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ യൂസ് എഫക്റ്റ് കൊടുത്തു. യൂസ് എഫക്റ്റിനകത്ത് ആരോ ഫംഗ്ഷൻ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ലോഡിനെ വിളിക്കാം. അത് കൂടാണ്ട് ഒരു empty ഡിപ്പെൻഡൻസി അറേ കൊടുക്കാം. നമ്മൾ കണ്ടോ ഒന്നാമത്തെ ബ്ലോഗ് തുറക്കുമ്പോൾ ആ ബ്ലോഗ് ലോഡ് ആയിട്ടുണ്ട്, ഞാൻ രണ്ടാമത്തെ തുറക്കുമ്പോൾ ആ ബ്ലോഗ് ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ തുറക്കുന്നതനുസരിച്ചിട്ട് ലോഡ് ആവുന്നുണ്ട്. ഈ ലോഡായ സാധനത്തിനെ പേജിലേക്ക് കാണിക്കണം. ഒന്നുമില്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കോൺസ്റ്റ് ലോഡിങ് സെറ്റ് ലോഡിങ്, എന്നിട്ട് ഡീഫോൾട്ട് ആയിട്ട് എന്ത് ചെയ്യാം,
ട്രൂ ആയിട്ട് കൊടുക്കാം. പക്ഷേ ആദ്യം തുറക്കുമ്പോൾ ലോഡിംഗ് ആയിരിക്കണം. ഇനി ലോഡായി കഴിഞ്ഞതിന് ശേഷം സെറ്റ് ലോഡിംഗ് എന്താക്കാം, ഫോൾസ് ആക്കാം. അതേപോലെ തന്നെ ലോഡിംഗ് ആണെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, ലോഡിംഗ് എന്നുള്ള ഒരു ടെക്സ്റ്റ് അങ്ങോട്ട് കാണിക്കാം. ഡിവിനകത്താക്കിയിട്ട് ലോഡിംഗ് എന്ന് കാണിക്കാം. ഓക്കെ, ഇനി നമുക്ക് അതേപോലെ തന്നെ ബ്ലോഗിനെ സെറ്റ് ചെയ്യാനായിട്ട് ഒരു സ്റ്റേറ്റ് വേരിയബിൾ ബ്ലോഗ് കോമ സെറ്റ് ബ്ലോഗ് എന്നിട്ട് യൂസ് സ്റ്റേറ്റ്, എന്നിട്ട് ഇനി ഇവിടെ കൺസോൾ ലോഗിന് പകരം അത് ബ്ലോഗായിട്ട് സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ബ്ലോഗിൻ്റെ ടൈറ്റിൽ കാണിച്ചാൽ മതിയാവും. ബ്ലോഗ് ഡോട്ട് ടൈറ്റിൽ, ഇവിടെ കണ്ടന്റിന് ഇവിടെ ബ്ലോഗിൻ്റെ കണ്ടന്റ് കാണിച്ചാൽ മതിയാവും. ബ്ലോഗ് ഡോട്ട് കണ്ടന്റ്. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ കണ്ടോ, ഒന്നാമത്തെ ബ്ലോഗ് പറഞ്ഞാൽ അതിൻ്റെ ഓരോന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ കണ്ടന്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇടയ്ക്കൊരു ലോഡിങ് വരുന്നുണ്ട് കേട്ടോ, അത് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, റീഡ് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അപ്ഡേറ്റ് നടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്താ നടക്കുന്നത്, ഇപ്പോൾ നടക്കുന്നത് അപ്ഡേറ്റ് ഡോട്ട് JSX എന്നുള്ള ഈ ഒരു ഫോം കാണിക്കുക ചെയ്യാം. ഈ ഫോമിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് വരുത്താം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻപുട്ടിന് എന്ത് ചെയ്യാം, നെയിം കൊടുത്തേക്ക്, ഇതിൻ്റെ പേര് ടൈറ്റിൽ കൊടുത്തു, കണ്ടന്റിന് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്ക് വേണ്ടത്, ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ബ്ലോഗ് 1 ആണ്. ബ്ലോഗ് 1ൻ്റെ ടൈറ്റിൽ ഈ ഒരു ഇൻപുട്ടിനകത്ത് ഡീഫോൾട്ട് ആയിട്ട് വരണം. അതിൻ്റെ കണ്ടന്റ് ഈ ഒരു ടെക്സ്റ്റ് ഏരിയനകത്ത് ഡീഫോൾട്ട് ആയിട്ട് വരണം. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ബ്ലോഗിനെ ലോഡ് ചെയ്യണം. അപ്പോൾ ബ്ലോഗിനെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കോഡ് ഉപയോഗിച്ചത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ തന്നെ API ഫോൾഡറിനകത്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ, അതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമ്മൾ APIനകത്ത് ബ്ലോഗ് ഡോട്ട് JSXനകത്ത് എക്സ്പോർട്ട് അസിങ്ക് ഫങ്ഷൻ ഗെറ്റ് ബ്ലോഗ്, ഒരു പെർട്ടിക്കുലർ ബ്ലോഗിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് ബ്ലോഗ്. ഓക്കെ, നമ്മൾ റിട്ടേൺ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്ലോഗിനെ കിട്ടാനുള്ള ഫംഗ്ഷനായി. അങ്ങനെ ആകുമ്പോൾ ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റ് ഡാറ്റ ഈക്വൽ ടു വെയിറ്റ് ഗെറ്റ് ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എന്ത് ചെയ്യുക, ബ്ലോഗിൻ്റെ ID അങ്ങോട്ട് പാസ് ചെയ്താൽ മതി. ഈ ഇതേ സാധനം നമുക്ക് എന്ത് ചെയ്യാം, അപ്പുറത്ത് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ എന്ത് ചെയ്യാണ്, ഇതിങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാണ് അപ്പുറത്തേക്ക്, നമ്മളെ അപ്ഡേറ്റിനകത്തേക്ക്. ഓക്കെ, ഇവിടെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ യൂസ് സ്റ്റേറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അതേപോലെ വേറെ ഗെറ്റ് ബ്ലോഗും ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിനാണ് എക്സ്ട്രാ ആയിട്ടുള്ളത്. നമ്മളിത് ലോഡിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതും വേണമെങ്കിൽ ഇപ്പുറത്തുനിന്ന് തന്നെ എടുക്കാം കേട്ടോ. ഈ യൂസ് എഫക്റ്റും അത് രണ്ടും കൂടെ പുറത്തുനിന്ന് എടുക്കാം. ഓക്കെ, പിന്നെ യൂസ് എഫക്റ്റിനകത്ത് നമ്മൾ ലോഡ് ചെയ്യാനുള്ള സെറ്റാക്കി, ലോഡിംഗ് ആണ് ലോഡിംഗ് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂസ് കൂടെ സെറ്റ് ചെയ്താൽ മതി. ഈ ഇൻപുട്ടിൻ്റെ വാല്യൂ ഡീഫോൾട്ടായിട്ട് ഇപ്പോൾ ഉള്ള ബ്ലോഗിൻ്റെ ടൈറ്റിൽ, ഇപ്പോൾ ബ്ലോഗ് ഡോട്ട് ടൈറ്റിൽ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ ബ്ലോഗിൻ്റെ ടൈറ്റിലായി. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വാല്യൂ ഡീഫോൾട്ടായിട്ട് ഈ ബ്ലോഗിൻ്റെ കണ്ടന്റ് ആയിട്ട് കൊടുത്താൽ മതി. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എറർ കാണിക്കുന്ന ഓൺ ചേഞ്ച് ഹാൻഡലർ ഇല്ലാത്തതുകൊണ്ടാണ്. അതൊന്നും മൈൻഡ് ആക്കേണ്ട, ജസ്റ്റ് വാണിംഗ് ആണ്, കുഴപ്പമില്ല കേട്ടോ, അത് മൈൻഡ് ആക്കേണ്ട. അപ്പോൾ നമ്മൾ ഡീഫോൾട്ടായിട്ട് പോപ്പുലേറ്റ് ചെയ്തു. ഇനി അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ നമ്മളെ ഫോമിനകത്ത്, അതായത് ഇവിടെ ക്രിയേറ്റിനകത്ത് എന്താ ചെയ്തത് അതേമാതിരി തന്നെ ചെയ്താൽ മതി. ഞാനിവിടെ ക്രിയേറ്റിനകത്തുള്ള സാധനം അപ്പോഴത്തേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണേ. ഓക്കെ, ഞാൻ ക്രിയേറ്റിനകത്ത് ഇത് അപ്ഡേറ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനകത്ത് ഫോമിനകത്തുള്ള അതേ ടൈറ്റിലും കണ്ടന്റും എടുത്ത് ക്രിയേറ്റ് ബ്ലോഗിന് പകരം നമ്മൾ അപ്ഡേറ്റ് ബ്ലോഗാണ് ഫംഗ്ഷൻ വിളിക്കുക. അപ്ഡേറ്റ് ബ്ലോഗ് നമ്മൾ അപ്പുറത്ത് ഉണ്ടാക്കാം കേട്ടോ. അപ്ഡേറ്റ് ബ്ലോഗിൽ IDയും വേണം, ടൈറ്റിലും വേണ്ടി വരും, കണ്ടന്റും വേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ എഴുതാമെന്നുള്ള കാണിച്ചു തരാം. ഒന്നുമില്ല, ഇവിടെ പോവുക, ഇവിടെ പോയിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ബ്ലോഗുള്ള പോലെ തന്നെ എന്ത് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ബ്ലോഗ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടാക്കാം. ഓക്കെ, അപ്ഡേറ്റ് ബ്ലോഗിൽ ആദ്യം വേണ്ടത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ബ്ലോഗിൻ്റെ ID ആണ്, രണ്ടാമത് ടൈറ്റിലാണ്, മൂന്നാമത് കണ്ടന്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ID ഉള്ളതുകൊണ്ട് നമ്മൾ ഫെച്ച് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം, ഫെച്ചിൻ്റെ കൂടെ /ബ്ലോഗിൻ്റെ നമ്മൾ നേരത്തെ കൺവർ ക്ലയൻറ്റിൽ യൂസ് ചെയ്ത പോലെ തന്നെ. അപ്പോൾ വേറൊരു ചേഞ്ചിൽ എന്ന് വെച്ചാൽ പോസ്റ്റ് മാറിയിട്ട് ഇവിടെ പുട്ടാവും, നമ്മൾ അപ്ഡേറ്റ് ആയതുകൊണ്ട് പുട്ടാക്കി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ബ്ലോഗ് ഇവിടെ വിളിക്കാം. ഓക്കെ, കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു സാധനം വേണമെങ്കിൽ മാറ്റാം. ഞങ്ങൾ അപ്ഡേറ്റ് ബ്ലോഗ് ID എന്നൊക്കെ കൊടുത്ത് എന്താ ആവശ്യമില്ല. ഓക്കെ, അപ്ഡേറ്റ് ബ്ലോഗ് എന്ന് മാത്രം മതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ സാധനം ഫിക്സ് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഈ ഒരു വാണിംഗ് വേണം നമുക്ക് ഒഴിവാക്കാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ വാല്യൂ എന്ന് കൊടുത്തതിന് പകരം ഡീഫോൾട്ട് വാല്യൂ എന്നുള്ള പ്രോപ്പർട്ടി കൊടുത്താൽ മതി. ഓക്കെ, ഡീഫോൾട്ട് വാല്യൂ അങ്ങനെയാകുമ്പോൾ ആ ഒരു എറർ പോയി കിട്ടും. ഇനി റിഫ്രഷ് ചെയ്യാൻ എറർ ഇല്ല, അപ്പോൾ ആ എറർ പോയി കിട്ടി. ഇനി വേറൊരു കാര്യമുള്ളത്, ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ സബ്മിറ്റിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് കൊടുക്കണം, നമ്മൾ അപ്ഡേറ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ നാവിഗേറ്റ് എന്നുള്ള ഈ ഫംഗ്ഷൻ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ പോലെ തന്നെ ഇവിടെ നിന്ന് യൂസ് നാവിഗേറ്റ് വെച്ചെടുക്കണം കേട്ടോ. ഞാൻ നാവിഗേറ്റോട് കൊടുക്കുകയാണ്, യൂസ് നാവിഗേറ്റ് വെച്ചിട്ട്, എന്നിട്ട് ഞാൻ ബ്ലോഗ് എന്താണ് ബ്ലോഗിൻ്റെ ടൈറ്റിൽ ഒന്ന് ചേഞ്ച് ചെയ്യണേ, വർക്ക് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ കണ്ടോ,
ചേഞ്ച് ആയി. അപ്പോൾ നമുക്ക് ബ്ലോഗിനെ ഇപ്പോൾ സെക്കൻഡ് ബ്ലോഗ് അപ്ഡേറ്റ് ആണ്, സെക്കൻഡ് ബ്ലോഗ് 2 എന്നാക്കുകയാണ് അപ്ഡേറ്റ് കൊടുക്കാം. വേണ്ട, അങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും പറ്റി. ഓക്കെ, അവസാനമായിട്ടുള്ളൊരു സാധനമാണ് നമുക്കൊരു സാധനത്തിന് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഒന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യണം, ബ്ലോഗ് ഡോട്ട് JSXനകത്ത് നമുക്ക് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ, അഥവാ ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ബ്ലോഗ് ഡിലീറ്റ് ചെയ്യണം. അത്രയല്ലേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ ബ്ലോഗ് ഡോട്ട് JSXനകത്ത് അപ്ഡേറ്റ് ബ്ലോഗ് ഗെറ്റ് ബ്ലോഗ് പോലെ തന്നെ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, ഡിലീറ്റ് ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ കൊടുക്കുകയാണ്, ഡിലീറ്റ് ബ്ലോഗ്. എന്നിട്ട് ഇതിൽ ഞാൻ വെച്ചൊക്കെ കൊടുത്ത കറക്റ്റാണ്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ടത് മെത്തേഡ് നമ്മൾ ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ മെത്തേഡ് എന്താ കൊടുക്കാം, ഡിലീറ്റ് ആണ് കൊടുക്കുക. അത്രയേ ഉള്ളൂ വ്യത്യാസം, ബാക്കിയൊക്കെ സെയിം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ബ്ലോഗ് ഡോട്ട് JSXനകത്ത് പോയിട്ട് നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷനായിട്ട് എഴുതി കൊടുക്കാം. ഓക്കെ, കോൺസ്റ്റ് ഇവിടെ ഞാൻ ഓൺ ഡിലീറ്റ് എന്ന് പേര് കൊടുക്കാം കേട്ടോ. ഡിലീറ്റ് എന്നുള്ള പേര് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ബ്ലോഗ് ഫംഗ്ഷൻ വിളിക്കാം. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലോഗിൻ്റെ ID നമുക്കിവിടെ ID-നകത്തുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് യൂസറിനെ തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ നാവിഗേറ്റിന് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കോൺസ്റ്റ് നാവിഗേറ്റ് ഈക്വൽ ടു യൂസ് നാവിഗേറ്റ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ യൂസറിനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നാവിഗേറ്റ് ബാക്ക് ടു ഹോം പേജ്. ഓക്കെ, നമുക്ക് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഓൺ ഡിലീറ്റ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ബട്ടണിൻ്റെ ഓൺ ക്ലിക്കിൽ എന്ത് ചെയ്യാം, ഓൺ ഡിലീറ്റ് കൊടുക്കും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇനി ഞാൻ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടോ ബ്ലോഗ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ എന്താ ചെയ്തത്, നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്രെഡ് ആപ്ലിക്കേഷനാണ്. നമുക്ക് പുതിയ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതേപോലെ തന്നെ ഉള്ള ബ്ലോഗ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബ്ലോഗ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു സാധനം നിങ്ങൾ മനസ്സിലായിട്ടില്ല 1, 2, 3 വട്ടം കണ്ടിട്ട് സെയിം സാധനം ചെയ്ത് നോക്കാം. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഇത് സ്റ്റൈലൊക്കെ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ബാക്ക്-എൻഡിൻ്റെ കോഡ് വേണമെങ്കിൽ ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിൽ ഒന്നുമില്ല കണ്ടോ, ഈ ബ്ലോഗ്സ് എന്നിട്ടുള്ള എൻഡ് പോയിന്റിൽ പോസ്റ്റ് റിക്വസ്റ്റ് വരുമ്പോൾ നമ്മൾ ഡാറ്റാബേസിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെന്ന് സാധാരണ SQL തന്നെ കേട്ടോ. അത് കോഡ് നിങ്ങൾക്ക് വായിച്ചാൽ പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവും, ചിലപ്പോൾ മനസ്സിലാവില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ബാക്ക്-എൻഡിൻ്റെ ഒരു കോഴ്സ് നടത്തുന്ന സമയത്ത് അതിനെ പറ്റി പറയാം കേട്ടോ. ഇത്രയാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്ത് മനസ്സിലാക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ പറയാം കേട്ടോ.